നമ്മളൊക്കെ കേട്ടുള്ള റിലേഷൻഷിപ്പിനെക്കാട്ടും പുതിയ പേരുകളില് പുതിയ രീതികളിലാണ് വരിക. അത്തരം റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ എങ്ങനെയാ അഭിഷേക് അതിനെ കാണുന്ന രീതി? ഞാൻ കാണുന്നത് ഇപ്പോഴും മറ്റേ ആത്മാർത്ഥ പണ്ടത്തെ ആ പൈങ്കിളി പ്രണയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ കോളേജ് ടൈമിലൊക്കെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് ഭയങ്കര പൈങ്കിളി പ്രേമമായിരുന്നു. പോകാൻ നേരത്തൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ പ്രേമമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കോളേജ് ലൈഫിൽ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെത്. എനിക്കതാണ് ഇഷ്ടം. മറ്റേനോട് അത് പെട്ടെന്ന് ആ എക്സൈറ്റ്മെന്റ് പോകും. എനിക്ക് എക്സൈറ്റഡ് ആയി ലൈഫ് ലോങ് ആ കൊണ്ടുവന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ അവരോടുള്ള ആ വൈബ് ഇത് ഇപ്പം ബാക്കി ഫിസിക്കലി ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു 2 months 3 months അത് കഴിഞ്ഞു അവർ. പിന്നെ നമ്മുടെ ആ മുമ്പോട്ട് ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്ന അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ആ ബോണ്ടിങ്, ആ വൈബ് അതായിരിക്കും നമ്മളെ മുന്നോട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പായി റിലേഷൻഷിപ്പിലായി അങ്ങനെയൊക്കെ ഞാൻ നോക്കത്തുള്ളൂ. ഇല്ല പിന്നെ ഈ ഇപ്പം നമ്മൾ എല്ലായിടത്തും ഡിവോഴ്സ് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് വേണ്ട എന്നുള്ളതാണ്. പിന്നെയും പറയാൻ പറ്റില്ല ഇനി എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്ന ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു സന്യാസ ജീവിതം, ഞാൻ ഉണ്ണിമൂന്തൻ നരേന്ദ്രമോദി, നരേന്ദ്രമോദി, യോഗി, ഞങ്ങളെല്ലാരും സിംഗിൾ ഗ്യാങ്ങിലോട്ട് മാറേണ്ടി വരും. എനിക്കത് ഇപ്പം നമ്മള് പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നില്ലേ ചോദിക്കും. ഇത് നമ്മള് വീട്ടില് പറയുന്ന സമയത്തുള്ള റിയാക്ഷൻ ഭീകരായിരിക്കും. പക്ഷെ ഒരു ആൺകുട്ടിയെക്കാളും പെൺകുട്ടിക്ക് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്, ഒരു ടൈം എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. പെൺപിള്ളേർ എനിക്കൊന്ന് 25-26 ആകുമ്പോഴത്തേക്ക് വീട്ടുകാർ തുടങ്ങുന്നുണ്ട്. പിന്നെയും എനിക്കൊന്ന് ഒരു 30 വരെയൊക്കെ ഇപ്പം വീട്ടുകാർ സമ്മതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 30-അപ്പുറത്തോട്ട് ഞാൻ പോകുന്നത് ഞാൻ കാണാറില്ല. പിന്നെ 30-അപ്പുറത്തോട്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എല്ലാവരും മിക്കവാറും കഴിയും. ആൺപിള്ളേർക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞ പേരോട് പറഞ്ഞു ഇത് 32 കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ ഞാൻ തന്നെ ഒരു 30 പ്രതീക്ഷിച്ചു. അപ്പൊ 32 എക്സ്ട്രാ. അപ്പൊ എന്നോട് പറഞ്ഞു നീ സിനിമയിലൊക്കെ പോവല്ലേ, നിന്റെ ഫാൻസിന് ഒരു വിഷമം തോന്നുന്നുണ്ടോ? എനിക്കില്ലാത്ത കരുതലുണ്ട് എൻ്റെ വീട്ടുകാർക്ക്. അപ്പൊ ഞാനൊരു വിചാരിച്ച ഒരു 30 ആകുമ്പോഴത്തേക്ക് വീട്ടുകാർ നിർബന്ധിക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പെതൊക്കെ വേണേ നോക്കാം, എന്നിട്ട് വേണേ ആ സമയത്ത് ചിന്തിക്കാം. ഇതൊരു എന്നോട് 32 ആവാതെ സംസാരിക്കത്തില്ല. ഇത് എന്തൊരു വീട്ടുകാർ ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതേ ഉള്ളൂ. വൈകിട്ടൊക്കെ നമുക്ക് നമ്മുടെ കറക്റ്റ് ഒരു പേഴ്സണെ കിട്ടും. അതാണ് ഇപ്പം ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങനെ ഏജ് ഒരു ഇതല്ല. എനിക്ക് കുറച്ചുകൂടി ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം. കണക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ശരിയാവില്ല. പിന്നെ നമ്മൾ ആ കണക്ഷൻ ഫീൽ ചെയ്തില്ല വേറൊരാൾ വരുമ്പോൾ നമുക്ക് അവരോട് അട്രാക്ഷൻ തോന്നും. അതാണ് നമ്മുടെ ഈ സമൂഹത്തിൽ കുറേയൊക്കെ നടക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇരിക്കുമ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് അവർക്ക് ഇവിടെ ഒരു കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് കറക്റ്റ് ആളെ ചൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ. എനിക്കൊന്ന് 90s 2K കിഡ്സ് എന്നൊക്കെ പറയാറില്ലേ, നമ്മള് 90s ഒക്കെ ഞാനിത് പറയുമ്പോ ഇപ്പൊ ആൾക്കാർ എന്നോട് പറയും ഞാൻ തന്ത വൈബാന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മെച്യൂരിറ്റി ലെവൽ കൂടുതൽ ആൾക്കാർ നമ്മൾ തന്ത വൈബ്. അത് ഞങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് നല്ല കുട്ടി ജ്യൂസാണ് പറഞ്ഞത് ഈ മെച്യൂരിറ്റി ഉള്ളവരാണ് തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയുന്നത്. അതിൽ നമ്മൾ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. ഇപ്പം ബിഗ് ബോസ് വരുന്ന പല റീസൺ കൊണ്ട് ബിഗ് ബോസിൽ വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഒരു സിനിമയാണ് സ്വപ്നം കണ്ടത്, അതുവരെ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല. ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ അടുത്തത് കാണാൻ അല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസ് ഒരു ഫാൻ ആയിട്ട് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി മറ്റു തമിഴിലോ ഇംഗ്ലീഷിലോ